കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ, നിങ്ങളും ഞാനും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയാം. ഞങ്ങൾക്കുണ്ടായ മോൻ 18 വർഷമായി, 2 കണ്ണും കാണാതെ അവൻ ജനിച്ചു. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഒരു മെഡിസിനുമില്ല, ജീവിത അവസാനം വരെയും ഈ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതായിരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അങ്ങനെ ആകെ തകർന്ന് നിരാശപ്പെട്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് അവർ ഞങ്ങളോട് പറയുന്നു, ബെന്നി, യേശു ഇന്നും ജീവനോടെ ഉണ്ട്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ച നിമിഷം കർത്താവ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണുകളെ തുറന്നു. ഇന്ന് +2 അവൻ സാധാരണ കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സകല വിഷയങ്ങൾക്കും യേശു കർത്താവ് മതിയായവനാണ്. ഇന്ന് ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ തങ്കു ബ്രദറിൻ്റെ വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് കടക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. And Jesus is the center of it all. Jesus is the center of it all. Beginning to the end, it will always be you, Jesus. Beginning to the end, it will always be you, Jesus. Jesus is so wonderful. Jesus is so great. Words cannot express his love towards us. അവന്റെ നമ്മോടുള്ള സ്നേഹത്തെ വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കുവാൻ കഴിയുകയില്ല. He is so great. അവൻ വളരെ വലിയവനത്രേ. And when you walk in intimacy with him, അവനുമായിട്ട് നാം വളരെ ആഴമേറിയ ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, that is the point where all your needs are over. You are filled with all his fullness. അവിടെ നമ്മുടെ സകല ആവശ്യങ്ങളും അവിടെ അവസാനിക്കും. അവന്റെ നിറവിനാൽ നമ്മൾ നിറയപ്പെടുകയും ചെയ്യും. And I can assuredly tell you there is no one and nothing that can make you content except his love. എനിക്ക് ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നിങ്ങളോട് പറയാം, അവന്റെ സ്നേഹത്താൽ അല്ലാതെ മറ്റാർക്കും നമുക്കൊരു തൃപ്തി വരുത്തുവാൻ കഴിയുകയില്ല. Christ Jesus came to this earth, lived a victorious, a triumphant life, and has kept a triumphant life for us. ക്രിസ്തുയേശു ഈ ഭൂമിയിലേക്ക് വന്നു, ഈ ലോകത്തൊരു ജയകരമായ ജീവിതം താൻ നയിച്ചു. നിങ്ങൾക്കും എനിക്കും വേണ്ടി അവിടുന്ന് ഒരു ജയകരമായ ജീവിതം ഒരുക്കി വെക്കുകയും ചെയ്തു. Unfortunately, Christianity has diluted his word and substituted it with empty philosophy. നിർഭാഗ്യവശാൽ ക്രിസ്ത്യാനിത്വത്തിൽ വെള്ളം ചേർന്നത് അത് ലഘുവാക്കി മാറ്റി. അങ്ങനെ ക്രിസ്ത്യാനിത്വത്തിന്റെ യഥാർത്ഥ ശക്തി നഷ്ടമായി. And filled it with empty philosophy. ശൂന്യമായ തത്വജ്ഞാനം കൊണ്ട്, തത്വങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. Jesus never started a religion. Jesus had no intention of starting a religion at all. യേശുനാഥൻ ഒരു മതം ഇവിടെ സ്ഥാപിച്ചില്ല. അങ്ങനെ ഒരു മതം സ്ഥാപിക്കുവാൻ യേശുവിനോട് ആഗ്രഹവും ഇല്ലായിരുന്നു. And all this empty philosophy, all the man-made doctrines comes out of this religion. ഈ ശൂന്യമായ തത്വങ്ങളും മാനുഷിക നിർമ്മിതങ്ങളായിട്ടുള്ള തത്വചിന്തകളും ഇതിനെ നിറയ്ക്കുവാനിടയായി. The truth is, Christ Jesus wants you and me to be a perfect human being having a victorious life on this planet. വാസ്തവം സത്യം ഇതാണ്, ക്രിസ്തുയേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നിങ്ങളെയും എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തൊരു ജയകരമായ ജീവിതം നമ്മൾ നയിക്കണമെന്നാണ്. That we will increase and never decrease. നാം ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. That we will live a life not of guilt and condemnation. കുറ്റത്തിന്റെയും കുറ്റബോധത്തിന്റെയും കുറ്റാരോപണത്തിന്റെ ഒരു ജീവിതം ഇവിടെ നയിക്കുവാനായിട്ടല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. That we will have that sense of longingness, that someone loves us so much, someone who is interested in our lives. The world may hate us, but there is someone waiting for me, and that is Jesus Christ. നമ്മെ അത്യധികമായി സ്നേഹിക്കുന്ന, നമ്മെ വാഞ്ചയോടെ കാക്കുന്ന ഒരു
ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. ലോകം നമ്മെ തള്ളി പറഞ്ഞേക്കാം, ലോകം നമ്മെ പകച്ചേക്കാം, എന്നാൽ നമ്മെ അത്യധികമായി സ്നേഹിക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ വേണം നാം ജീവിക്കുവാൻ. There might be many religions on this earth. ഈ ലോകത്ത് പല മതങ്ങൾ കണ്ടേക്കാം, There might be many teachings on this earth. പലവിധ പഠിപ്പിക്കലുകൾ ഈ ലോകത്തുണ്ടായേക്കാം. But I can assuredly tell you one thing. എന്നാൽ ഞാൻ നിങ്ങളോട് ഉറപ്പോടെ ഒരു കാര്യം പറയാം. There is only one Savior, and that is Jesus Christ. ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ, അവന്റെ പേരത്ര യേശു ക്രിസ്തു. Teaching cannot save us. പഠിപ്പിക്കലുകൾക്ക് നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. Philosophy or psychology cannot save us. തത്വചിന്തകൾക്കോ മനഃശാസ്ത്രത്തിനോ നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തിയില്ല. We need someone to save us. ഒരുവനെ നമുക്ക് ആവശ്യമുണ്ട് നമ്മെ രക്ഷിപ്പാനായി. And that is Jesus and Jesus alone. ആ വ്യക്തിയാണ് യേശു, യേശു മാത്രം. Hallelujah. Hallelujah. Otherwise we will feel wretched, we will feel useless. അല്ലെങ്കിൽ നാം വെറും അരിഷ്ടന്മാരായി പോകും, പ്രയോജനരഹിതന്മാരായി മാറും. We will be the most depressed lot. ഈ ലോകത്തെ ഏറ്റവും തരം താഴ്ത്തപ്പെട്ട വ്യക്തികളായി നമ്മൾ മാറിപ്പോകും. But thanks to the Father who gave his son Jesus to us, എന്നാൽ തന്റെ ഏകജാതനായ പുത്രനായി യേശു ക്രിസ്തുവിനെ നൽകിയ പിതാവിന് ഞാൻ നന്ദി പറയുന്നു. who displayed what is to live a glorious life on this earth. ഈ ലോകത്ത് നാം എങ്ങനെ ഒരു ജയകരമായ ജീവിതം നയിക്കണമെന്ന് അവൻ നമുക്ക് തെളിയിച്ചു തന്നു. So when you follow Jesus, നാം യേശുവിനെ പിൻഗമിക്കുമ്പോൾ you are not following a religion. നാം ഒരു മതത്തെ അല്ല പിന്തുടരുന്നത്. You are not following a doctrine. നാം ഒരു തത്വത്തെ അല്ല പിന്തുടരുന്നത്. You are following a person who proved how to live a glorious life on this earth. ഈ ദേശത്ത് ഈ ലോകത്ത് ഒരു ജയകരമായ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് തെളിയിച്ച ഒരു വ്യക്തിയത്രേ നമ്മൾ പിൻഗമിക്കുന്നത്. He doesn't want you and me to become very super spiritual. നാം എല്ലാവരും അതിമാനുഷികന്മാരായി ആത്മീയന്മാരാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ല. He wants you to be a practical life on this earth. ഈ ലോകത്ത് ഒരു പ്രായോഗിക ജീവിതം നയിക്കുന്ന വ്യക്തിയാകണമെന്ന് അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. A glorious, victorious life. ജയകരമായ ഒരു തേജസ്സേറിയ ജീവിതം. And that is what we heard. We look from the word that the word teaches us. അത് തന്നെയാണ് നമ്മൾ ഈ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഈ വചനം നമ്മെ മനസ്സിലാക്കിച്ചു തരുന്നത്. The word of God teaches us how to be champions on this earth. ഈ ലോകത്ത് നാം എങ്ങനെ ഒരു ജയകരമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാകണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിച്ചു തരുന്നു. Plus an assurance of eternal life. അത് കൂടാതെ നിത്യജീവനെ കുറിച്ചുള്ള ഒരു ഉറപ്പും വചനം തരുന്നു. So while on this earth, അതുകൊണ്ട് ഈ ലോകത്തായിരിക്കുമ്പോൾ where we are bombarded by man-made doctrines, empty philosophy and all lies, മനുഷ്യ നിർമ്മിതമായിട്ടുള്ള തത്വങ്ങളും ശൂന്യമായ തത്വചിന്തകളും നുണകളും നമ്മുടെ നേരെ വരുമ്പോൾ we are being bombarded daily with lies and hypocrisy. നുണകളും നാട്യങ്ങളും കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മളെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. There is a fight going on. അവിടെ ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. And in between that, അതിന്റെ മധ്യത്തിൽ you and me, when we understand the word, നിങ്ങളും ഞാൻ ഈ വചനം മനസ്സിലാക്കുമ്പോൾ that word will give us a glorious, powerful life on this earth. ആ വചനം നമുക്ക് ഇവിടെ തേജസ്സേറിയ ശക്തിയേറിയ ഒരു ജീവിതം നൽകി തരുന്നു. Practical solutions. പ്രായോഗികമായ പ്രതിവിധികൾ. And the forerunner and the person whom you can follow blindly is Jesus Christ. അതിന് മുന്നോടിയായിട്ട് മുന്നോട്ടക്കാരനായി നമുക്ക് ധൈര്യത്തോടെ കണ്ണമടച്ച് പിൻഗമിക്കുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അവന്റെ പേരത്ര യേശു. One or two things you should have in your heart. ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുണ്ടാകണം. Number one, he began all this plan. ഒന്നാമത്തെ കാര്യം, അവനാണ് ഈ പദ്ധതി ആരംഭിച്ചത്. The word says, വചനം പറയുന്നു, he who began it will fulfill it. അവൻ നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചെങ്കിൽ അവൻ തന്നെ അതിനെ തികയ്ക്കുകയും ചെയ്യും. Number two, he chose me, I did not choose him. രണ്ടാമത്തെ കാര്യം, അവൻ എന്നെ തിരഞ്ഞെടുത്തു, ഞാൻ അവനെ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു. If he chose me, അവൻ എന്നെ തിരഞ്ഞെടുത്തതാണെങ്കിൽ he chose me with all my weaknesses. എന്റെ എല്ലാവിധ ബലഹീനതകളോടും കൂടിയാണ് അവൻ എന്നെ തിരഞ്ഞെടുത്തത്. You don't have to be guilty or condemned feeling I am not perfect. നിങ്ങൾക്ക് ഞാൻ തികഞ്ഞവനല്ല എന്നൊരു കുറ്റബോധമോ കുറ്റചിന്തകളോ വേണ്ട ആവശ്യമില്ല. Because he knows who you are. കാരണം നീ ആരാണെന്ന് അവന് നന്നായിട്ട് അറിയാം. He chose you not seeing who you are, he chose you to knowing that who you will become. നീ ആരാണെന്ന് കണ്ടുകൊണ്ടല്ല അവൻ നിന്നെ തിരഞ്ഞെടുത്തത്, നിന്നെ ആരാക്കി മാറ്റാമെന്ന് കണ്ടുകൊണ്ടാ അവൻ നിന്നെ തിരഞ്ഞെടുത്തത്. We might feel unworthy, we might feel useless.
useless. എനിക്ക് പ്രയോജനമില്ല, എന്നെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് നിനക്ക് തോന്നിയേക്കാം. That is what you think about yourself. അതാണ് നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. But Jesus sees you as an apostle. എന്നാൽ യേശു നിന്നെ ഒരു അപ്പോസ്തലനായി കാണുകയാണ്. Jesus sees you a more than conqueror. നീ ജയാളിയേക്കാൾ ജയാളിയായ ഒരു വ്യക്തിയായിട്ട് യേശു നിന്നെ He കാണുന്നു. chose you with a purpose. ഒരു വലിയ പദ്ധതിയുമായിട്ട് അവൻ നിന്നെ വിളിച്ചത്. That purpose is to have a glorious life, a display of blessing on this earth. ഓ, ആ പദ്ധതിയോ ഒരു ജയകരമായ ജീവിതം ഈ ലോകത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ തെളിവായിട്ടായി നിർത്തുക. God wants to display you and me as people who are blessed, people with boldness, people with confidence who have trusted him. അനുഗ്രഹിക്കപ്പെട്ട ധൈര്യമുള്ള ഉറപ്പുള്ള ഒരു വ്യക്തിയെ, അവനിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് അവൻ നിന്നെ തിരഞ്ഞെടുത്തത്. That is why the word says, be strong in the Lord and in his might. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. Hallelujah. ഹല്ലേലൂയ. The Bible says വേദപുസ്തകം പറയുന്നു in 1 Timothy 6:12 1 തിമോത്തിയോസ് 6:12 that fighting a good fight of faith, holding on to eternal life. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. It is called a good fight. അതൊരു നല്ല പോരാ. Good fight because the battle is already won. നല്ല പോരാകുന്നത് എന്തുകൊണ്ടാ? ആ യുദ്ധം നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. The enemy is already defeated. ആ ശത്രു നേരത്തെ തന്നെ തകർക്കപ്പെട്ടിരിക്കുന്നു. We are not fighting a powerful enemy, we are fighting a defeated enemy. നാം ഒരു ശക്തനായ എതിരാളിയോടല്ല യുദ്ധം ചെയ്യുന്നത്, മറിച്ച് പരാജിതനായ ഒരു എതിരാളിയോടാണ് നമ്മുടെ യുദ്ധം. And the battle is in the mind. ആ യുദ്ധമോ അത് മനസ്സിലാണ് നടക്കുന്നത്. That is why അതുകൊണ്ടത്രേ the trick of the devil is number 1 to accuse you. പിശാചിന്റെ തന്ത്രം ഒന്നാമത് നിങ്ങളെ കുറ്റം വിധിക്കുക. Number 2 is to deceive you. രണ്ടാമത് നിങ്ങളെ വഞ്ചിക്കുക. Number 3 to confuse you. മൂന്നാമത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക. Number 4 to take advantage of your ignorance. നാലാമത് നിങ്ങളുടെ അറിവില്ലായ്മയെ മുതലെടുക്കുക. Hallelujah. ഹല്ലേലൂയ. All these are happening in the mind. ഇതെല്ലാം നമ്മുടെ മനസ്സിലാ സംഭവിക്കുന്നത്. Now, how to be an overcomer? എങ്ങനെയാണ് ഇതിനെ ജയിക്കുന്ന വ്യക്തിയായി മാറുന്നത്? When you read the word, വചനം നമ്മൾ വായിക്കുമ്പോൾ the word says, വചനം ഇപ്രകാരം പറയുന്നു, we are called to inherit a blessing. നാം ഒരു അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരത്രേ. Blessing means fullness of everything, which is shalom. എന്നാ അനുഗ്രഹം എന്നാൽ എന്താണ്? അത് എല്ലാത്തിന്റെയും നിറവ്, എല്ലാത്തിന്റെയും പൂർണ്ണത. അതിന്റെ അർത്ഥമാ ശാലോം. Financially, സാമ്പത്തികമായി, family, കുടുംബപരമായി, children, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, every area of your life. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും It is his desire that you be filled with shalom, deep peace, all the blessings. ശാലോമിനാൽ, ആഴമേറിയ സമാധാനത്താൽ, സകല അനുഗ്രഹങ്ങളാലും നാം ഈ മേഖലകളിലെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്ന് അവൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God wants to display you in this earth to show who he is. താൻ ആരാണെന്ന് ഈ ലോകത്ത് നമ്മിൽ കൂടെ നമ്മെ കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. No one can see Jesus. മറ്റാർക്കും യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. People can see you. നിങ്ങൾക്ക് മനുഷ്യർക്ക് നിങ്ങളെയാ കാണുവാൻ കഴിയുന്നത്. He is the vine, we are the fruit bearing branch. അവൻ മുന്തിരി വള്ളിയും നാം ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന കൊമ്പുകളുമാകുന്നു. No one sees the vine, sees the branch, that is you and me, which is bearing the fruit. മുന്തിരി ചെടി ആരും കാണുന്നില്ല, എന്നാൽ ഫലങ്ങൾ പുറപ്പെടുവിച്ചു നിൽക്കുന്ന കൊമ്പുകളെയാണ് ലോകം കാണുന്നത്. When you and me abide in Jesus, നിങ്ങളും ഞാനും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ we become the best display in the world. ഈ ലോകത്തെ ഏറ്റവും നല്ല പ്രദർശന വസ്തുവായി നമ്മൾ മാറുന്നു. You will become such a powerful sign and a wonder to the people. നിങ്ങളെ വളരെ ശക്തിയേറിയ അത്ഭുതവും അടയാളവും ഈ ലോകത്തിന് മുമ്പിലായി മാറും നമ്മൾ. Then they will say the wine is good. അപ്പോൾ അവർ പറയും ഈ മുന്തിരി വള്ളി വളരെ നല്ലത് തന്നെ. Jesus is good. യേശു നല്ലത് തന്നെ. Turn to someone and say, you are a display of God's blessing on this earth. അടുത്തിരിക്കുന്നയാളോട് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രദർശന വസ്തുവാ നിങ്ങൾ. Hallelujah. Hallelujah. That is why we know. അത് തന്നെയാ നമ്മൾ അറിയുന്നത്. We will increase and never decrease. നാം ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. We are the light of the whole world. മുഴുവൻ ലോകത്തിന്റെയും വെളിച്ചം നാം ആകുന്നു. Hallelujah. Hallelujah. The Bible says, വേദപുസ്തകം പറയുന്നു, 1 Timothy chapter 6 and verse 12. 1 തിമോത്തിയോസ് 6:12 Fight a good fight of faith. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. Hold on to eternal life, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. to which you were called. അതിനായി നീ വിളിക്കപ്പെട്ടു. You are called on to
hold on to eternal life. നിത്യജീവനെ മുറുകെ പിടിക്കുവാനായിട്ടാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. What is eternal life? എന്താകുന്നു നിത്യജീവൻ? Jesus himself. യേശു തന്നെ. Hallelujah. Hallelujah. The life that is invested inside of you. നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ജീവൻ, That is eternal life. അതാണ് നിത്യജീവൻ. Eternal life is not a life you are waiting to enjoy in heaven. It starts on the earth the day you are born again. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആസ്വദിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ജീവിതമല്ല നിത്യജീവിതം. അത് നിത്യജീവൻ നിങ്ങൾ യേശുവിലായിരിക്കുന്ന നിമിഷം തൊട്ട് ഇവിടെ വെച്ച് തന്നെ ആരംഭിച്ചത് അത്രേ നിത്യജീവൻ. You will taste the goodness. ആ നന്മ നിങ്ങൾ ആസ്വദിക്കും, രുചിക്കും. Every area of your life. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് ഉണ്ടാകും. Then the Bible says, തുടർന്ന് വേദപുസ്തകം പറയുന്നു, and having confessed the good confession in the presence of many witnesses. അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. Now this is a clue, a point where the word is saying how to be victorious or how to be fighting a good fight. നല്ലൊരു ജയകരമായ ജീവിതം ഈ ലോകത്തെ എങ്ങനെ നയിക്കുമെന്നുള്ളതിന് ഒരു അടയാളം, അതിലേക്ക് ഒരു കൈ ചൂണ്ടിയായിട്ടായി ഈ വചനം നമ്മളെ കാണിച്ചു തരുന്നത്. When you read the letters in the New Testament, പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ there is two things written over there. രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായി എഴുതപ്പെട്ടിരിക്കുന്നു. Number one is Christ himself. ഒന്നാമത് ക്രിസ്തു യേശു തന്നെ. Number two is who you are in Christ. രണ്ടാമത് ക്രിസ്തുവിലുള്ള നിങ്ങൾ ആരാണെന്ന്. If it is written Jesus did this, meaning if you do that you will have the same experience. യേശു അവിടെ ഇന്നത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ യേശുവിനെ അറിഞ്ഞു, ആ അനുഭവം നിങ്ങൾക്കുണ്ടായി എന്നത്രേ. What Jesus did, if you did, you will have the same overcoming life. യേശു ചെയ്തത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും യേശുവിനുള്ള അതേ ജയകരമായ ജീവിതം നിങ്ങൾക്കുമുണ്ട്. Hallelujah. Hallelujah. The Bible says, വേദപുസ്തകം പറയുന്നു, can everyone read it together? നമുക്ക് ചേർന്നതൊന്ന് വായിച്ചാലോ? Fight a good fight of faith, lay hold on eternal life, to which you were called, not having confessed the good confession in the presence of many witnesses. 1 തിമോത്തിയോസ് 6:12. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. Verse 13, I urge you in the sight of God who gives life to all things, and before Christ Jesus, who witnessed a good confession before Pontius Pilate. നീ നിഷ്കളങ്കനും നിരപവാദീനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തു യേശുവിനെ സാക്ഷി വെച്ച്, who had a good confession before Pontius Pilate. പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ ഒരു നല്ല സ്വീകാരം യേശുവിനുണ്ടായിരുന്നു. Now here the word clearly says, ഇവിടെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്. we will read again 1 Timothy 6:12 and 13. Listen to the word today and I'll tell you, you are going to receive something. You will go out of the box in thinking. 1 തിമോത്തിയോസ് 6:12 നമ്മൾ 12-13 ഇവിടെ വായിക്കുന്നത്. നിങ്ങൾ അത് വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ചിന്താഗതി തന്നെ അവിടെ മാറിപ്പോകും. We are not to be limited in any way. നാം ഒരു തരത്തിലും പരിമിതപ്പെടുവാൻ പാടില്ല. Hallelujah. Hallelujah. I'll tell you, church is not a place for people who have a dream of 500 rupees. സഭ എന്ന് പറയുന്നത് 500 രൂപ സ്വപ്നം കാണുന്ന ആൾക്കാരുടെ കൂട്ടമല്ല. 500 rupees you can manage anyhow. 500 രൂപ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കാം. Church is a place സഭ എന്നാലോ where you have nothing in your pocket and you are seeing a dream of $1 billion. നിങ്ങളുടെ പോക്കറ്റ് ശൂന്യമായിരിക്കുമ്പോഴും കോടാനുകോടികളെ സ്വപ്നം കാണുന്നവരുടെ കൂട്ടമാ സഭ. Church is not a refuge station. Church is a fueling station. സഭ എന്നത് അഭയാർത്ഥി കേന്ദ്രമല്ല, മറിച്ച് ഇന്ധനം നിറയ്ക്കുന്ന കേന്ദ്രമത്രേ. Which will fuel your vision to break every limitation. നിങ്ങളുടെ സകല പദ്ധതികളെയും പരിമിതികളെയും സകല വേലിക്കെട്ടുകളെയും തകർക്കുവാൻ നിങ്ങളെ ഇന്ധനം കൊണ്ട് നിറയ്ക്കുന്ന സ്ഥലമത്രേ സഭ. I believe those who are hearing the word today, ഇന്ന് ദൈവവചനം കേൾക്കുന്നവരെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നു. and this is what Jesus will do in your life. ഇതാണ് യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നത്. If you are satisfied with one level, you will be stopping there. നിങ്ങൾ ഒരു തലത്തെ കുറിച്ച് നിങ്ങൾ തൃപ്തരാവുകയാണെങ്കിൽ നിങ്ങൾ ആ തലത്തിൽ തന്നെ എപ്പോഴും നിൽക്കും. But the Holy Spirit will break that limitation today. എന്നാൽ പരിശുദ്ധാത്മാവ് ആ പരിമിതിയെ അത് തകർക്കുകയാണ്. And you will begin to dream big things
in life? നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് വൻ കാര്യങ്ങൾ സ്വപ്നം കാണുവാൻ തുടങ്ങും. How many want to dream bigger dreams today? നിങ്ങൾ ഇന്ന് വൻ കാര്യങ്ങൾ സ്വപ്നം കാണുവാൻ തുടങ്ങും. Have a big opinion about yourself നിങ്ങളെ first. കുറിച്ച് തന്നെ ഒരു നല്ല അഭിപ്രായം നിങ്ങൾക്കുണ്ടാകണം. Verse 12 and 13, everybody listen while it is being read. 12 13 വാക്യങ്ങൾ ഇവിടെ വായിക്കപ്പെടുന്നു. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടാട്ടെ. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. ഈ അനേക സാക്ഷികളുടെ മുമ്പാകെ ഒരു സ്വീകാര്യം സ്വീകരിച്ചു. എന്തായിരുന്നു സ്വീകരിച്ചത്? യേശു എൻ്റെ ആണോ? തൊട്ടപ്പുറത്ത് പോവുക. അതുപോലെ തന്നെ യേശു പെന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ താൻ നല്ല സ്വീകാര്യം സ്വീകരിച്ചു. He kept on confessing. What did he confess? താൻ അവിടെ പീലാത്തോസിന് മുമ്പിൽ സ്വീകാരം അഥവാ ഏറ്റുപറച്ചിൽ നടത്തി. എന്താണ് ആ ഏറ്റുപറച്ചിൽ? When Pontius Pilate asked Jesus, don't you know I can free you or execute you? ഓ പോന്തിയോസ് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നിന്നെ കൊല്ലുവാനും നിന്നെ വിട്ടയപ്പാനും എനിക്ക് അധികാരമുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ? Jesus was not at all shaky. അത് കേട്ട് യേശു ഒരല്പം പോലും കുലുങ്ങിപ്പോയില്ല. He might have felt pity on Pontius Pilate. വാസ്തവത്തിൽ പൊന്തിയോസ് പീലാത്തോസിനെ കുറിച്ച് യേശുവിന് സഹതാപം തോന്നിക്കാണും. Pontius Pilate, do you know that this chair which you are sitting is by my father? ഓ പൊന്തിയോസ് പീലാത്തോസ്, നിനക്കറിയാമോ നീ ഇപ്പോൾ ഇരിക്കുന്ന ഈ സിംഹാസനം പോലും എൻ്റെ പിതാവ് ദാനം തന്നതാ. You are a judge now. ഇപ്പോൾ നീ ഒരു ന്യായാധിപനാ. And you are making me stand before you. നിന്റെ മുമ്പിൽ എന്നെ നീ നിർത്തിയിരിക്കുകയാ. But a day is coming. എന്നാൽ ഒരു ദിവസം വരുന്നു, Your knee will be bowing before me. നിന്റെ മുഴങ്കാൽ എൻ്റെ മുമ്പിൽ മടങ്ങുന്ന ഒരു ദിവസം വരുന്നു. No one can stand before me is that day. ഓ ആ നാളിൽ ഒരുവനും എൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ കഴിയില്ല. Hallelujah. ഹല്ലേലൂയ. When a challenging situation comes in your life, ഒരു സാഹചര്യം നിന്നെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ വന്നാൽ, go to the word and see what that situation says. ഓ ദൈവവചനത്തിലേക്ക് പോയിട്ട് ആ അവസ്ഥയെക്കുറിച്ച് വചനം എന്ത് പറയുന്നു എന്ന് നോക്കിയാട്ടെ. Don't go by emotions. Don't go by your feelings. നിന്റെ വികാരങ്ങളെയോ നിന്റെ തോന്നലുകളുടെയോ പുറകെ നീ പോകണ്ട. When you have a financial problem, നിനക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, a problem, a challenge that is so big, ഒരു വളരെ വലിയതായ വെല്ലുവിളി നിന്റെ മുമ്പിൽ വരുമ്പോൾ, don't be shaken. നീ ഇളകി പോകരുത്. Stand there. അവിടെ ഉറച്ചു നിൽക്കണം. Because you are called for this. കാരണം നീ ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടവനാ. You are called for this. നീ ഇതിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. You are called നിന്നെ വിളിച്ചിരിക്കുന്നു. so that God will show the world how you overcame that നീ challenge. ഈ വെല്ലുവിളിയെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. Standing over there, അവിടെ നീ ഉറച്ചു നിൽക്കുക. standing over there, അവിടെ നിന്നുകൊണ്ട് തന്നെ you will say, നീ പറയും, my God will supply all my needs according to his riches in glory. മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ദൈവമക്കൾ ഏതൊക്കെ വിഷയത്തിൽ കൂടെ കടന്നുപോയാലും അവിടെ ഒന്നും അവർ നശിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്കറിയാം കാനാവിലെ കല്യാണ ഭവനം അവിടെ യേശു വന്ന ഭവനമാണ്. എന്നിട്ടും അവിടുത്തെ വീഞ്ഞ് തീർന്നുപോയി. അത് ദോഷത്തിനല്ല, അത് ദൈവം നന്മയ്ക്കാക്കി. അതുപോലെ ലാസറിൻ്റെ കുടുംബം, ആ കുടുംബത്തിൽ കർത്താവ് വന്നതാണ്. എന്നിട്ടും ലാസർ മരിച്ചു. എന്നാൽ അതും ദോഷത്തിനല്ല, അത് കർത്താവ് നന്മയ്ക്കാക്കി തീർത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, അതിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുക, വാ കൊണ്ട് പറയണം, ഞാൻ ക്രിസ്തുവിൽ ഒരു ജയാളിയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബം ഇതൊരു ജയമാണ്, ഞങ്ങൾക്ക് പരാജയമില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വിഷയമാണോ അവരുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ അധികാരമെടുത്തുകൊണ്ട് കൽപ്പിക്കുന്നു.
ഇപ്പോൾ തന്നെ ആ വിഷയം മാറിപ്പോകട്ടെ. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെയും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന, ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് അകാരണമായി വീർക്കുന്ന ആ പ്രയാസം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, ട്യൂമറുകൾ സൗഖ്യമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ കരം തൊട്ടതിനായി സ്തോത്രം, വിടുവിച്ചതിനായി നന്ദി. ഇവരുടെ ഭവനത്തിൽ, ഇവരുടെ തലമുറയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി സമാധാനം ഇവരുടെ ഭവനത്തിൽ വരട്ടെ, സന്തോഷം വരട്ടെ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി, വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിടുതലുകൾ, നിങ്ങൾക്ക് കർത്താവ് ചെയ്ത നന്മകൾ അത് കേൾക്കുവാനും അറിയുവാനും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും നമ്മുടെ സഹോദരങ്ങൾ റെഡിയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.